ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. അത് വേറെ ആരുമല്ല, എൻ്റെ സ്വീറ്റ് ബേബി സെറ ബേബി. ഹായ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. വെൽക്കം ടു പറ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ മാത്രമല്ല, കൂടെ ഒരാൾ കൂടിയുണ്ട്. ഇന്നതാ എൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്, സേറയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ സേറയ്ക്ക് 6 മന്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ അതെന്തൊക്കെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ എനിക്ക് സേറയ്ക്ക് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് യാതൊരുവിധ മുൻപരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഞാൻ സെൽഫായിട്ടാണ് എന്നാൽ പിന്നെ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങാം എന്ന് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, എനിക്ക് ഞാൻ തന്നെ കുറുക്ക് വഴികൾ ഉണ്ടാക്കി തുടങ്ങി. എങ്ങനെ എൻ്റെ എളുപ്പത്തിന് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് ഫുഡ് സേറയ്ക്ക് കൊടുക്കാന്നുള്ള എൻ്റെ ഇതിൽ ഞാൻ കണ്ടുപിടിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും ബേബീസൊക്കെ ഉണ്ടെങ്കിൽ ഫീഡ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സേറയ്ക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. പറഞ്ഞു കൊടുക്കാം, നമ്മൾ പാപ്പു കഴിക്കുന്നത് പറഞ്ഞു കൊടുക്കാം. സേറേനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോസ് എന്തായാലും നടക്കത്തില്ല. അപ്പം ഞാൻ സേറേനെ ഒരു സൈഡാക്കി വെച്ചിട്ടുണ്ട്. ഏത് നിമിഷം വല്ല കറച്ചികളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് അധികം വലിച്ചു നീട്ടാണ്ട് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വന്നിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതാണ്. ഫീഡിങ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. സാധാരണ ഇതെല്ലാവരും പുറത്ത് പോകുമ്പോഴൊക്കെ ഫീഡ് ചെയ്യാറ് എളുപ്പത്തിന്. പക്ഷെ ഞാൻ വീട്ടിലുള്ളപ്പോഴും ഇതിൽ തന്നെയാണ് സേറയ്ക്ക് ഫുഡ് കൊടുക്കാറ്. ഇത് ഭയങ്കര നല്ല ഓപ്ഷനാണ്. നമുക്ക് മേത്ത് പോവുകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ലീക്കാവുകയോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. സ്റ്റോർ ചെയ്യാനും എളുപ്പമാണ്. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. എന്നിട്ട് നമുക്ക് ഫീഡ് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് സിൽക്കൺ മെറ്റീരിയലാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിലിട്ട് വാഷ് ചെയ്ത് ഞാൻ എടുത്തു വയ്ക്കാറുണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഞാൻ ഇന്നും കൂടെ ഇത് യൂസ് ചെയ്തുള്ളൂ സേറയ്ക്ക്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ നല്ല ലൂസാക്കിയിട്ട് എടുക്കുക. തിക്ക് കൺസിസ്റ്റൻസിയിൽ ഏറ്റവും ആദ്യം എന്തായാലും ആരും ബേബീസിന് കൊടുക്കില്ല. അപ്പോൾ നല്ല ലൂസായിട്ട് എടുക്കുമ്പോൾ ഇതാണ് കൂടുതൽ ബെറ്റർ. അപ്പം ഞാൻ ഇത് എന്തായാലും സജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. സെക്കൻഡ് വന്നിട്ട് ഇതാണ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ണിക്ക് കടിക്കാനായിട്ട് ടീത്ത് വരേണ്ടതിൻ്റെ ഒരു മുന്നോടിയായിട്ട് നമ്മൾ കൊടുക്കുന്നൊരു സംഭവമാണിത്. ഇതും ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ ഇതും സിലിക്കൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നമുക്ക് സൈഡിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. കണ്ടോ? എന്നിട്ട് നമുക്കിതിനകത്ത് ബേബിക്ക് ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ബേബിക്ക് കടിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നീര് വരും. നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയില്ല. കുഞ്ഞു ഹോൾസ് ഉണ്ട്. അപ്പം ഇത് രണ്ടും ഞാൻ കോംബോ ആയിട്ടാണ് മേടിച്ചിട്ടുള്ളത്. അപ്പം എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഉണ്ണി വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളതും പിടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നോളും. അപ്പോൾ എനിക്ക് ഇത്തിരി ആശ്വാസമാണ് ആൾക്ക് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾ സോൾസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് ആയിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു ഐറ്റമാണ് ഇത്. തേർഡ് വന്നിട്ട് ഞാൻ ഫീഡിങ്, അതായത് പാലും കുപ്പീനെ അധികം അങ്ങനെ പ്രൊമോട്ട് ചെയ്യില്ല. അത് വെള്ളം കൊടുക്കാനാണെങ്കിലും എനിക്കെന്തോ അത് ഭയങ്കര ഇതായിട്ട് തോന്നുന്നില്ല. ഞാൻ സേറയ്ക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ ഗ്ലാസ്സിലാണ് വെള്ളം കൊടുക്കാറ്. ഇതാണ് അവൾക്ക് വെച്ചാൽ കുഞ്ഞ് ഗ്ലാസ്സാണ് കേട്ടോ. നമ്മുടെ വിരൽ കൈൻ്റെ നോക്ക് ഇത്രേ ഉള്ളൂ. ഈ ഗ്ലാസ്സിലാണ് ഞാൻ സേറയ്ക്ക് വെള്ളം കൊടുക്കാറ്. അപ്പോൾ സേറ ഇപ്പം ഇതിൽ വെള്ളം കുടിക്കും, ഒറ്റയ്ക്ക് പിടിച്ചിട്ട് കുടിക്കും. ഇപ്പോൾ അവൾക്ക് 8 മാസം കഴിഞ്ഞിട്ടുള്ളൂ. സേറ ഇതിൽ വെള്ളം നല്ല രീതിയിൽ കുടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുപ്പി കൊണ്ടു നടക്കുമ്പോൾ എവിടെ പോയാലും കുപ്പി കൊണ്ട് നടക്കേണ്ട അവസ്ഥയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്ലാസ്സിൽ പഠിപ്പിച്ചു. പിന്നെ കുപ്പിയിൽ നിന്നും അവൾ കുടിക്കും. നമ്മൾ കഴിക്കുന്ന നോർമൽ വാട്ടർ ബോട്ടിലില്ല, അതിൽ നിന്നും സേറ വെള്ളം കുടിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു ഗ്ലാസ് വാങ്ങിയത് ഭയങ്കര ഉപകാരമായി. ഫോർത്ത് വന്നിട്ട്
ബോറോസിലിൻ്റെ ഈ ഒരു ഫ്ലാസ്ക് മേടിച്ചിട്ടുണ്ട്. ഫ്ലാസ്ക് തന്നെയല്ലേ ഇതിന് പറയുക, വെള്ളമൊക്കെ ക്യാരി ചെയ്യാനായിട്ട്. ഇത് ജസ്റ്റ് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും. എന്നിട്ട് ഇതിലാണ് ഞാൻ സാരയ്ക്ക് വെള്ളം, ചൂടുവെള്ളം ആക്കി വെക്കുക. ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും സാരയ്ക്ക് കുറച്ച് ചൂടുള്ള വെള്ളമാണ് കൊടുക്കുക, നോർമൽ വാട്ടർ കൊടുക്കാറില്ല. അവൾക്ക് എന്തോ അത്ര അധികം ഇഷ്ടമില്ല, ഇത്തിരി ഇളം ചൂട് എപ്പോഴും ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിലിതാവുമ്പോൾ നമുക്ക് ബാഗിലും വെക്കാം, എവിടെ പോകുമ്പോഴും നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു ബോട്ടിൽ, ഇതും നമ്മുടെ കയ്യിൻ്റെ അത്ര ഇല്ല, കണ്ട കുറച്ച് കുറവാണ്, അതിനേക്കാൾ ഇത്തിരി കുറവാണ്. ചൂടുവെള്ളമാണ്, നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സൈഡ് ബാഗിൽ വരെ നമുക്ക് ഈവൺ വെച്ചുകൊണ്ട് പോകാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാരയ്ക്ക് വേണ്ടിയിട്ട് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം, അതിന് ശേഷം ആട്ടോ ഞാൻ വെള്ളം കൊടുത്തു തുടങ്ങിയത്. അതിന് മുന്നേ ഞാൻ വാട്ടർ സാരയ്ക്ക് കൊടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല, സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് വെള്ളം കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഇതും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിട്ട്. ഫസ്റ്റ് വന്നിട്ട് സോളിഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു 2 മന്തിന് ശേഷം അല്ലെങ്കിൽ 3 മന്തിന് ശേഷം പല ടൈപ്പ് ഫുഡ് കൊടുത്തു തുടങ്ങി. ആപ്പിൾ, ക്യാരറ്റ്, ബനാന, പല പല ഐറ്റം ഫുഡ്സ് കൊടുത്തു തുടങ്ങി. അപ്പം അതിനുശേഷം ഞാൻ ഈ ഒരു പാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറുക്ക് പാത്രം എന്ന് പറയുന്ന സംഭവത്തിനെ. ഇടയിൽ സാറോട് ഭയങ്കര കരച്ചിൽ എടുക്കാനായിട്ട്. അപ്പോൾ മമ്മി വീഡിയോ ചെയ്യുന്നതൊന്നും സാറയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, സാറ എന്നെ കൊണ്ടുവരുന്നില്ലല്ലോ. അപ്പോൾ ആൾ നല്ല കരച്ചിലായി. അപ്പം ഞാൻ എടുത്തുകൊണ്ട് പോകുന്നതാണ് ഈ കുറുക്ക് പാത്രം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം, അടച്ചു വെക്കാം. ഇതെനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ ഈ ഒരു സംഭവം. അതായത് നമ്മൾ സോൾസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തിക്ക് കൂട്ടി കൂട്ടി വരണം. അപ്പോൾ ഈ ടൈമിൽ, അതായത് ഇപ്പോഴത്തെ ഈ ടൈമിൽ 8 മന്ത് 9 മന്തൊക്കെ ആയപ്പോൾ ഞാൻ ഫുഡ് ചോറ് അടിച്ചിട്ടൊക്കെ ഇതിലാക്കി വെക്കും. കാരണം അതിനേക്കാൾ കുറച്ചും കൂടി എനിക്ക് ഇപ്പോൾ യൂസ്ഫുള്ളായിട്ട് തോന്നിയത് ഇതാണ്. കാരണം ചോറൊക്കെ എന്ന് പറയുമ്പോൾ ഇത്തിരി കൺസിസ്റ്റൻസി കൂടും, ഇത്തിരി കട്ടിയായിട്ട് വരും നമ്മൾ ഫുഡ്സ്. അപ്പോൾ എനിക്ക് ഇതിൽ കൊടുക്കാമെന്നാണ് തോന്നുന്നത്. സ്റ്റാർട്ടിങ്ങിൽ അതായത് ഒരു 3-4 മാസമൊക്കെ എനിക്ക് ആദ്യം കാണിച്ച ഫീഡിങ് ആയിരുന്നു കുറച്ചും കൂടി എളുപ്പം. പക്ഷെ ഇപ്പം എനിക്ക് ഇത് ഇത്തിരി കൂടി ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ ഒരു സ്പൂണും മേടിച്ചിട്ടുണ്ട്. കുഞ്ഞൊരു സ്പൂണാണിത്. ഇത് അവൾക്കറിയാം, അവൾക്ക് പാപ്പ് കഴിക്കേണ്ടതാണ്. ശരമായിട്ട് പറഞ്ഞ് കണ്ട, അവൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ഫീഡിങ്ങിനുള്ളതാണ്. പറ്റിക്കല്ലേ മമ്മി. പിന്നെ എനിക്ക് ഇതിനൊക്കെ പുറമെ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ കുറുക്ക് കഴിക്കാനായിട്ട് ഉണ്ണികളെ പണ്ടൊക്കെ കാലുമ കിടത്തിയിട്ടൊക്കെയാണ് നമ്മൾ കുറുക്ക് കൊടുക്കാറ് ഉണ്ണികൾക്ക്. ഇപ്പം അങ്ങനെ കാലുമ കിടത്തിയിട്ട് അധികം ആരും അങ്ങനെ ഫുഡ് കൊടുക്കുന്നില്ല. അപ്പം ഞാൻ സാരയ്ക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ ബാത്ത് ടബില് എടുത്തിട്ട് കൊടുക്കുന്നത്, അതിലാണ് കൊടുക്കുക. അതിൽ കൊടുക്കുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. സാർ അതിലാണെങ്കിൽ കിടക്കും, നമുക്ക് കറക്റ്റ് ടൈമിൽ ഫീഡ് ചെയ്യാം, കുറുക്ക് കൊടുക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. എൻ്റെ കയ്യിൽ എന്തോ ഉള്ളതെന്ന് നോക്കുക, എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ സാറൊക്കെ എനിക്ക് അതിൽ ഫുഡ് കൊടുക്കാൻ ഭയങ്കരമായിട്ട് തോന്നി. അതേപോലെ തന്നെ സാറുടെ മീത്തോടെ ഒരു ക്ലോത്ത് ഇടും, ഡ്രസ്സിലൊക്കെ ഫുൾ ആക്കും സാറാ. ഞാൻ പലപ്പോഴും ഡ്രസ്സ് ഇടാതെയാണ് ഏറ്റവും ആദ്യമൊക്കെ ഫുഡ്സ് കൊടുക്കാറ്. പിന്നെ ഞാനൊരു ക്ലോത്ത് മേടിച്ചിട്ടുണ്ട്. ആ ക്ലോത്ത് ഇവിടെ ഞാൻ ഇമേജ് കൊടുക്കാം. ആ ക്ലോത്തിലാണ് ഞാൻ സാറയ്ക്ക് ഇപ്പോൾ ഫുഡ്സ് കൊടുക്കുന്നത്. ആ ക്ലോത്ത് ഇടുമ്പോൾ മീത്തൊന്നും അങ്ങനെ പോവില്ല. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്കത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഏകദേശം ഇത്ര ഐറ്റംസാണ് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. സാറിനെ സോൾസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇത്രയും ഐറ്റംസ് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിന് പ്രോഡക്റ്റ്സ് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അപ്പം നിങ്ങൾക്ക് മേടിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നെയും സാറിനെയും ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. മമ്മിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു.